നമസ്കാരം. വല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു അപ്ഡേറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ യങ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജൂലിയൻ ആൽവാരസ് ഈ ഒരു സീസണിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ്. ഡേവിഡ് ഓൺസ്റ്റൺ ഒക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് 70 മില്യന്റെ ഒരു ഡീലാണ് അത്ലറ്റിക്കോ മാഡ്രിഡും സിറ്റിയുമായിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് സ്റ്റേജിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു ഫൈനൽ ഗോഹെഡ് വരും ദിനങ്ങളിൽ നമുക്ക് അറിയാൻ സാധിച്ചായിരിക്കും. പ്ലെയറുടെ സൈഡിൽ നിന്ന് ഒരു ഗ്രീൻ ലൈറ്റ് കിട്ടി എന്നുള്ള റൂമറും നമ്മൾ കേൾക്കുന്നുണ്ട്. മറ്റൊരു ന്യൂസ് വരുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ലിവർപൂളിന്റെ യങ് പ്ലെയർ ആയിട്ടുള്ള കർവാലോ ചിലപ്പോൾ ഈ ഒരു സീസണിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സൗത്ത് ആപ്റ്റണിൽ നിന്ന് 15 മില്യന്റെ ഒരു ഒഫീഷ്യൽ ബിഡ് ലിവർപൂളിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലിവർപൂൾ അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ ബിഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയെ സെല് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു പ്രീ സീസൺ ടൂർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് കർവാലോ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ലിവർപൂളിന്റെ ഡിസിഷൻ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട സിറ്റുവേഷൻ ആണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ന്യൂകാസിലിന്റെ സൈഡിൽ നിന്നാണ്. ന്യൂകാസിൽ ഇംഗ്ലീഷ് ഡിഫൻഡർ ആയിട്ടുള്ള മാർക്ക് ഗുഹയ്ക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് രംഗത്തുണ്ട്. ക്രിസ്റ്റൽ പാലസ് ഒരു വലിയ പൈസയാണ് ചോദിക്കുന്നത്. 65 മില്യന്റെ ഒരു ആസ്കിംഗ് പ്രൈസ് ആണ്. ന്യൂകാസിൽ അത് മീറ്റ് ചെയ്യോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ വളരെ ശക്തമായിട്ട് നെഗോസിയേഷൻ നടക്കുന്നു എന്ന് ഡേവിഡ് ഓൺസ്റ്റൺ ഒക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1-2 ആഴ്ചകൾക്കുള്ളിൽ പുള്ളി ക്രിസ്റ്റൽ പാലസ് വിടുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിച്ചേക്കും. യുണൈറ്റഡിന്റെ കാര്യം നമുക്കറിയാം. യുണൈറ്റഡ് മാനുവൽ ഉഗാറ്റയ്ക്ക് വേണ്ടിയിട്ട് നെഗോസിയേഷൻ ഒക്കെ നടത്തി വരികയാണ്. പക്ഷേ PSG പ്രൈസ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. 60 മില്യന്റെ ആസ്കിംഗ് പ്രൈസ് എന്തായാലും യുണൈറ്റഡ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് ഫാബ്രിസിയോ റൊമാനോ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് ഓപ്ഷന് വേണ്ടിയിട്ട് യുണൈറ്റഡ് ശക്തമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ബയേണിൽ നിന്ന് 2 പേരെ വരുത്താൻ വേണ്ടിയിട്ടാണ് യുണൈറ്റഡിന്റെ ഇപ്പോഴത്തെ ശ്രമം. ഡിലീറ്റിന്റെ കാര്യം നമുക്കറിയാം. മസുറൈ ഇപ്പോ വരാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് 2 പേർക്കും വേണ്ടി ഒരു നെഗോസിയേഷൻ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈസും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇനീഷ്യൽ ബിഡ് റിജക്ട് ചെയ്തു എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട്. അവർ 2 പേരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിഫൻസിലും വിങ്ങിലും ഒക്കെ ഒരു നല്ല ബൂസ്റ്റ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഡൊമിനിക് സോളങ്കിയുടെ വാർത്ത മാത്രമേ നമുക്കിപ്പോ ശക്തമായിട്ടുള്ള റൂമറായിട്ട് കേൾക്കാൻ പറ്റുന്നുള്ളൂ. 65 മില്യന്റെ ഒരു പ്രൈസ് ബോമത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പേഴ്സിന്റെ കാര്യം നമുക്കറിയാം. നമ്മൾ അത്ര വലിയൊരു ടാർഗറ്റ് ഒന്നും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പോ ഒരു 35-40 മില്യൺ പ്ലസ് ആഡോൺസ് ഒക്കെ വെച്ചിട്ട് ലീവി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പുള്ളി വന്നാൽ ഒരു പോസിറ്റീവ് ആണ്. പക്ഷേ ഐ വുഡ് പ്രിഫർ ഐവിൻ ടോണി. അതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ സ്ട്രൈക്കർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐവിൻ ടോണി തന്നെയാണ്. ഒരുപാട് ട്രാൻസ്ഫർ റൂമേഴ്സ് ചെൽസിയുടെ സൈഡിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഓഷിമാൻ ചെൽസിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല. ലുക്കാക്കു ആയിട്ട് ഒരു ഡീല് നപ്പോളി ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കോണ്ടയുടെ കാര്യം നമുക്കറിയാം. കോണ്ടയുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലെയർ ആണ് ലുക്കാക്കു. ലുക്കാക്കു പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഷിമനെ വിട്ടുകൊടുക്കാൻ നപ്പോളി തയ്യാറാക്കും. ഇപ്പൊ ചെൽസിക്ക് എന്തായാലും ഒരു സ്ട്രൈക്കർ ആവശ്യമുണ്ട്. അവർ ശക്തമായിട്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പല ഔട്ട്ലെറ്റും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you so much for watching. Bye for now.